അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവരാജ്യത്തെ മഹത്വം കർത്താവിനോട് വിടുമാറാകണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, വിളിപ്പാൻ ദൈവമേ നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവെ, ഇന്നത്തെ സെഷന്മേൽ പരിശുദ്ധാത്മ വീണ്ടുമായി ഇടപെടുമാറാകണം. കേൾക്കുന്ന ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഏറ്റവും അനുഗ്രഹിക്കുന്ന സെഷനായി മാറട്ടെ. കർത്താവ് നാം മഹത്വപ്പെടട്ടെ. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടുമായി ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിലേക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് നൽകി തന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായി ഇന്ന് ഓൺലൈൻ കൂടെ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും കർത്താവ് യേശു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം ആത്മാവിൻ്റെ കൃപാദാനങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനങ്ങൾ നമ്മൾ ചെയ്യുവാൻ ദൈവം കൃപ തന്നു. ഇന്നത്തെ സെഷൻ വീണ്ടുമായിട്ട് ഈ ആത്മാവിൻ്റെ കൃപാവരങ്ങളുടെ കൺക്ലൂഷൻ സെഷനായിട്ട് ദൈവം എന്താ നമ്മളിൽ ആഗ്രഹിക്കുന്നത്? നമ്മൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലിരിക്കുന്ന കൃപാവരങ്ങൾ മാത്രമാണോ, ഇല്ലെങ്കിൽ വേറെ കൃപാവരങ്ങളുടെ കർത്താവ് വേദപുസ്തകത്തിൽ കാണിച്ചു അതിനുള്ള ഭാഗത്തിൻ്റെ കൺക്ലൂഷൻ സെഷനായിട്ട് അതും പറഞ്ഞ് നമുക്കിന്ന് കൺക്ലൂഷൻ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുക. ആമേൻ. കർത്താവ് നമ്മളോട് സംസാരിക്കും. ആമേൻ. ഇന്നത്തെ ബൈബിൾ ക്ലാസ് തുടങ്ങുന്ന മുന്നമേ ഒരു വചനം വായിക്കാൻ വിചാരിക്കുക. ആമേൻ. നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യരുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വായിക്കാം. ദ ബുക്ക് ഓഫ് 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 14 വേഴ്സസ് 12. അവണ്ണം നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചിയുള്ളവരാകിയാൽ സഭയുടെ ആത്മീക വർധനയ്ക്കായി സബലന്മാർ ആകുവാൻ ശ്രമിപ്പിൻ. ആമേൻ. അപ്പോൾ വീണ്ടുമായിട്ട് ഈ വചനത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ, അവനവനും നിങ്ങളും ആത്മീയ വരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ സഭയുടെ ആത്മീയ വർധനയ്ക്കായി സബലന്മാർ ആകുവാൻ ശ്രമിപ്പീൻ. ആമേൻ. അപ്പോൾ ഈ ആത്മീയ കൃപാവരങ്ങളെല്ലാം സഭയുടെ ആത്മീക വർധനത്തിനായി നാം എല്ലാവരും സബലന്മാർ ആകുവാൻ ശ്രമിപ്പീൻ. സബലന്മാരെന്ന ആ വാക്കിന് കുറച്ചും കൂടെ ട്രാൻസ്ലേഷൻ നമ്മൾ നോക്കുമ്പോൾ ഒരു അപ്ലിഫ്റ്റിലേക്ക്, ഇല്ലെങ്കിൽ ഒരു ഫലം കൊടുക്കുന്നവരായിട്ട്, അതിനകത്ത് നമ്മൾ ഒരു മെച്യൂർഡ് ആകുവാൻ വേണ്ടി അപ്പോസ്തലനായ പൗലോസ് ഈ 1 കൊരിന്ത്യരുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ അത് വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് കൃപാവരങ്ങളുടെ ക്ലാസ്സുകളിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മളെല്ലാവരും പ്രാപിച്ചവരായിട്ടല്ല, അതിനകത്ത് നാം അടുത്ത പടിയിലേക്ക് പോകുന്നവരായി കർത്താവ് ആഗ്രഹിക്കുന്നു. ആമേൻ. അപ്പോൾ സഭയുടെ ആത്മീക വർധനയ്ക്കായി സബലന്മാർ ആകുവാൻ ശ്രമിപ്പീൻ. അപ്പോൾ ആത്മീയത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ സഭയിലുള്ള എല്ലാത്തിലും ഒരു വർധനത്തിലേക്ക് നമ്മൾ കടന്നു പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ വാക്യങ്ങൾ കൊണ്ട് നമ്മൾ ഇന്നത്തെ സെഷൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈ 1 കൊരിന്ത്യർ 14-ാം അധ്യായം പ്രവചനത്തെക്കുറിച്ചും അന്യഭാഷയെക്കുറിച്ചും അധികമായി പൗലോസ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും അതിനുള്ള വ്യാഖ്യാന വരങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഭാഗങ്ങളില്ല ചേർന്ന ഈ വാക്യങ്ങൾ സഭയ്ക്ക് വേണമെന്ന് പറയാനുള്ള കാരണം, ബിക്കോസ് അന്നത്തെ കൊരിന്ത്യർ സഭയിൽ നമ്മൾ മുന്നമേ പല എപ്പിസോഡിൽ പറഞ്ഞതുപോലെ പലവിധമായ കൃപാവരങ്ങളിൽ ജ്വലിക്കുന്ന ഒരു സഭയായാലും പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും മാത്രമല്ല പാവങ്ങളിലും അധികമായി കാണപ്പെട്ട ഒരു സഭകളായിരുന്നു കൊരിന്ത്യർ സഭ. അതുകൊണ്ട് കൃപാവരങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മളെ തന്നെ ഉയർത്തുവാനല്ല, ഇത് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മുടെ പ്രയോജനത്തിനെല്ലാം ആരുടെ പ്രയോജനത്തിന് വേണ്ടിയാണ്? പൊതു പ്രയോജനത്തിന് വേണ്ടി. ആമേൻ. ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടിയുള്ള പൊതു പ്രയോജനത്തിന് വേണ്ടി, മറ്റവർക്ക് ഹെൽപ്പ് ചെയ്യുവാൻ വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ഒരു കൃപാവരങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി തന്നെ. ആമേൻ. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെറിയ കൺക്ലൂഷൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഈ കൃപാവരങ്ങൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായം 7-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ അവിടെ നമ്മൾ കണ്ടതെല്ലാം 3 ഭാഗമായിട്ട് നമ്മൾ വേർതിരിച്ചു. 1 റെവലേഷൻ ഗിഫ്റ്റ്, അടുത്തത് പവർ ഗിഫ്റ്റ്, 3 വോക്കൽ ഗിഫ്റ്റ്. ഇത് 3 ഗിഫ്റ്റും ചേർന്ന് പറയുന്ന ഒരു ഭാഗമാണ്. 3 ഗിഫ്റ്റിന് ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് ഈ 1 കൊരിന്ത്യർ 12-ാം അധ്യായം ദൈവം നമുക്ക് കൊടുത്തിരുന്ന ഗിഫ്റ്റിൻ്റെ പേര് മാനിഫെസ്റ്റേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ്. മാനിഫെസ്റ്റേഷൻ ഗിഫ്റ്റ്സ്, പരിശുദ്ധാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻ പ്രവർത്തികൾ, പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥമായുള്ള സ്വർഗരാജ്യ പ്രവർത്തികളെ എങ്ങനെ നമ്മുടെ ഇടയിൽ കർത്താവ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ള വാക്കിന് അത് വി ക്യാൻ ടെൽ അസ് മാനിഫെസ്റ്റേഷൻ ഗിഫ്റ്റ്സ്. അപ്പോൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ ഇട്ടിരിക്കുന്നതെല്ലാം 9 കൃപാവരങ്ങൾ
മാനിഫെസ്റ്റേഷൻ ഗിഫ്റ്റ്സ് എന്നും പറയാം. ഈ 9 കൃപാവരങ്ങൾ മാത്രമാണോ വേദപുസ്തകം ദൈവം കൊടുത്തിരിക്കുന്നത്? ബട്ട് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഈ നാടുകളിൽ മാനിഫെസ്റ്റേഷൻ ഗിഫ്റ്റിന് നമ്മൾ അധികമായിട്ട് ഇമ്പോർട്ടൻറ്റ് തരുന്നുണ്ട്. ബിക്കോസ് ഇന്നത്തെ കാലങ്ങളിൽ സുവിശേഷത്തിന് വേണ്ടിയും ദൈവരാജ്യത്തിൻ്റെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയും കർത്താവ് ഫിസിക്കലായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അധികമായി പ്രവൃത്തിയിലേക്ക് കാണിക്കുന്ന ഒരു ഭാഗമാണ് മാനിഫെസ്റ്റേഷൻ ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ വേദപുസ്തകത്തിൽ നമ്മൾ പുതിയ നിയമത്തിൽ വീണ്ടുമായിട്ട് വായിക്കുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ് മാനിഫെസ്റ്റേഷൻ സ്പിരിറ്റോട് മാത്രം നിർത്താതെ അടുത്ത ഗിഫ്റ്റിലേക്ക് ദേവദാസൻ ആമേൻ അധികമായി പറയുന്നുണ്ട്. ആമേൻ, അതിലേക്ക് ഞാൻ ഇപ്പോൾ കടപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാനിഫെസ്റ്റേഷൻ ഗിഫ്റ്റ്. അടുത്തത് റോമൻസ് നമ്മൾക്ക് വായിക്കാം. റോമൻസിൻ്റെ പുസ്തകം 12:16. യെസ്, മോട്ടിവേഷൻ ഗിഫ്റ്റ്. അപ്പോൾ അടുത്തത് ദൈവം നമുക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ് നമുക്ക് വായിക്കാം. നമുക്കത് വേദപുസ്തകം റെഫറൻസ് വെച്ച് വായിച്ചിട്ട് നമുക്കതും ചേർത്ത് കൺക്ലൂഷൻ ചെയ്യാം. റോമർ 12:5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ പലരായി നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. ആമേൻ. ഇവിടെ മോട്ടിവേഷണൽ ഗിഫ്റ്റ്, പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത ഗിഫ്റ്റാണ് മോട്ടിവേഷൻ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ റോമർ 12-ാം അധ്യായം 6-ാം വാക്യം മുതൽ 8-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഏകദേശം 7 ഗിഫ്റ്റ് അല്ലേ, 7 ഗിഫ്റ്റ് നമുക്കിവിടെ വായിക്കാൻ പറ്റും. യെസ് 7 ഗിഫ്റ്റ് ഉണ്ട്. എണ്ണി നോക്കിയാൽ 7 ഉണ്ട്. അപ്പോൾ 12-6 മുതൽ 8 ഒന്ന് പ്രൊഫസി. ഇതിനകത്തും പ്രവചനത്തെ അവിടെ ദൈവം കാണിക്കുന്നത് വൺ ഓഫ് ദ മോട്ടിവേഷണൽ ഗിഫ്റ്റാണ്. അപ്പോൾ പ്രവചനം ഒരാൾ വെളിപ്പെടുമ്പോൾ ഇറ്റ് ഈസ് ഗിവിങ് എ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രൊഫസിയിൽ നിന്ന് വരുന്ന ഒരു മോട്ടിവേഷൻ, കേൾക്കുന്ന വ്യക്തിക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഓൾസോ കംസ് അണ്ടർ ദ മോട്ടിവേഷൻ ഗിഫ്റ്റ്. പ്രൊഫസി ഇറ്റ്സ് ഓൾസോ എ സബ് കാറ്റഗറി ഓഫ് ദ മോട്ടിവേഷണൽ ഗിഫ്റ്റ്. അപ്പോൾ പ്രൊഫസി എന്ന ഗിഫ്റ്റും അടുത്തത് സെർവിങ് ഗിഫ്റ്റ്. ആമേൻ. അപ്പോൾ സെർവിങ് ഗിഫ്റ്റിൽ മലയാളത്തിൽ ഇട്ടിരിക്കുന്നത് ഒന്ന് വായിക്കാം. ശുശ്രൂഷ. ആമേൻ. ശുശ്രൂഷ ചെയ്യുവാനുള്ള ഗിഫ്റ്റ്. അടുത്തത് ടീച്ചിങ്, ഉപദേശിക്കുക. അപ്പോൾ ഉപദേശിക്കുക എന്ന് പറയുന്നതും പ്രസംഗിക്കുക എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. ടീച്ചിങ് എന്ന് പറയുന്നത് ആഴങ്ങളിലേക്ക് അതിനുള്ള ഭാഗങ്ങൾ എന്താണ് തെളിയിച്ച് കാണിക്കുന്ന ഒരു ശുശ്രൂഷ ടീച്ചിങ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചിങ് ഓൾസോ വൺ ഓഫ് ദ മോട്ടിവേഷണൽ ഗിഫ്റ്റ് അണ്ടർ പരിശുദ്ധാത്മാവിൻ്റെ ഹോളി സ്പിരിറ്റിൻ്റെ ഭാഗത്തിൽ വരുന്നത്. അടുത്തത് എൻകറേജ്മെൻറ്റ് ഗിഫ്റ്റ്. എൻകറേജ്മെൻറ്റ് ഗിഫ്റ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ കാലങ്ങളിൽ ആത്മീയത്തിൽ എൻകറേജ്മെൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹോളി സ്പിരിറ്റ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ തുണ കൊണ്ട് സഭയ്ക്കൊരു എൻകറേജ്മെൻ്റ് ആയിട്ട് പറയുന്ന ഒരു വാക്കുകൾ ദൈവം കൊടുത്തു. ചിലരൊക്കെ എത്ര എൻകറേജ്മെൻറ്റ് വാക്കുകൾ പറഞ്ഞാൽ എൻകറേജ്മെൻറ്റ് വരത്തേയില്ല. പക്ഷേ ഒരു വ്യക്തി വന്ന് എൻകറേജ്മെൻറ്റ് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും. അതുകൊണ്ട് ഇത് ചെയ്യുന്നതെല്ലാം ആ മനുഷ്യൻ്റെ വാക്കിലല്ല, ആ ഹൃദയത്തിലും പുറപ്പെടുന്നതല്ല, ഇത് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്ന വാക്കുകൾ കൊണ്ട് വരുന്നത് കൊണ്ടാണ് അത് പെട്ടെന്ന് എല്ലാവർക്കും ഒരു ആശ്വാസം കിട്ടുന്നത്. സോ എൻകറേജ്മെൻറ്റ് ഗിഫ്റ്റ് ഈസ് ഓൾസോ എ വൺ ഓഫ് ദ മേജർ ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ്. അടുത്തത് ഗിവിങ്, കൊടുക്കുന്നതും ഒരു കൃപാവരമാണ്. ദാനം ചെയ്യുന്നതും ഇറ്റ് ഈസ് ഓൾസോ എ വൺ ഓഫ് ദ ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ് വിച്ച് കംസ് അണ്ടർ മോട്ടിവേഷണൽ ഗിഫ്റ്റ്. അടുത്തത് ലീഡർഷിപ്പ്. ലീഡർഷിപ്പിൽ ഇരിക്കുന്നവർക്കും കർത്താവ് പറയുന്ന ദിസ് ഓൾസോ ഗിഫ്റ്റ്. ബിക്കോസ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗിഫ്റ്റ് ഇല്ലാതെ നമുക്ക് ലീഡർഷിപ്പിൽ ഇരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ദാറ്റ് ഇസ് ഓൾസോ പൊസിഷൻ. അപ്പോൾ ഈ പൊസിഷനെ പരിശുദ്ധാത്മ നമുക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ഭാഗമാണ് ലീഡർഷിപ്പ്. അടുത്തത് മേഴ്സി, കരുണ കാണിക്കുന്ന ഭാഗങ്ങളും ഇത് കൃപാവരങ്ങളിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ഞാൻ വീണ്ടുമായിട്ട് പറയാം, പ്രബോധനത്തിലും ദാനം ചെയ്യുവാനും, അത് മാത്രമല്ല 8-ാം വാക്യം പ്രവചനം, ശുശ്രൂഷ, ഉപദേശം, പ്രബോധനം, 4-ാമത്തേത് പ്രബോധനം, ദാനം ചെയ്യുന്നതും, ഭരിക്കുന്നവൻ, അടുത്തത് കരുണ ചെയ്യുന്നവൻ. ഇതെല്ലാം ദൈവത്തിൻ്റെ ആലോചനയിൽ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് കംസ് അണ്ടർ മോട്ടിവേഷൻ ഗിഫ്റ്റ്. അപ്പോൾ റോമസ് 12-ാം അധ്യായത്തിലും ഈ കൃപാവരങ്ങൾ സഭയ്ക്ക് വേണം. ആമേൻ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ പറയാം. യെസ്, ഇത് ഈ കൃപാവരം വേണം, പക്ഷെ ഇത് എങ്ങനെ ചെയ്യണമെന്നും കൂടെ അതിൻ്റെ കൂടെ പറയുന്നുണ്ട്.
എങ്ങനെയാണത്, പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. അന്നേരം പ്രവചിക്കുകയാണെങ്കിൽ നമ്മുടെ ആ വിശ്വാസത്തിനൊത്തവണ്ണം വേണം ആ പ്രവചനം പുറപ്പെടാൻ. അടുത്തത് പറയുന്നത് ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ആ ശുശ്രൂഷയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. നമ്മളെ ഏത് വരങ്ങളാണോ ദൈവം ഏൽപ്പിച്ചത്, അതുകൊണ്ടാണ് അതിൻ്റെ മേലത്തെ വാക്യം പറയുന്നത് നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് ഓരോരുത്തർക്കും ദൈവം ഓരോ അതാ നമ്മൾ റോമർ 1 കൊരിന്ത്യർ 12 അധ്യായത്തിൽ വായിക്കുമ്പോൾ എല്ലാവർക്കും ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. ഓരോരുത്തർക്കും ഓരോ കൃപാവരങ്ങളെ കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇത് മാനുഷികമായിട്ട് നമുക്ക് കൊടുക്കുന്നൊരിതല്ല. അതുകൊണ്ട് തന്നെ ഓരോ കൃപയ്ക്കൊത്തവണ്ണം, പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവൻ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവൻ പ്രബോധനത്തിൽ. ഇതൊക്കെ നമുക്ക് ഓക്കെ, നമ്മൾ ഒരളവ് വരെ. പക്ഷേ ഇവിടെ എന്നെ ഒത്തിട്ട് ചെയ്ത് ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ. അന്നേരം നമ്മൾ ദാനം ചെയ്യുവാണെങ്കിൽ ആ കോൺസെൻട്രേഷൻ അല്ലേ, ഏകാഗ്രത എന്ന് പറയുമ്പോൾ ആക്ച്വലി അതിൻ്റെ ബെറ്റർ വേർഡ് ഇംഗ്ലീഷിലാണ്. എൻഗേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിംപ്ലിസിറ്റി ആയിട്ട് കൊടുക്കാൻ പറയുക. അല്ലെന്നുണ്ടെങ്കിൽ NLT വേർഷൻ എടുക്കുന്ന സമയത്ത് ഇഫ് യു ആർ ഗിവിങ്, ഗിവ് ഇറ്റ് ജനറസ്ലി. അന്നേരം നമുക്കത് പലപ്പോഴും നമ്മൾ ആർക്ക് എന്തെങ്കിലും ഒരു ദാനം ചെയ്യുക, അങ്ങനെ തരുമ്പം അത്രത്തോളം ഒരു മനോഭാവം വരുന്നുണ്ടോ. നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷയെ കോൺസെൻട്രേഷൻ ചെയ്യും, ആ ശുശ്രൂഷ നമ്മൾ നല്ലപോലെ ചെയ്യും. അല്ലെങ്കിൽ പ്രവചനമെങ്കിൽ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഭരിക്കുന്നവൻ അതേപോലെ പറയുന്നത് ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ. അന്നേരം ഈ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലുള്ളവർക്ക് മെയിനായിട്ട് വേണ്ടിയതാ ഉത്സാഹം എന്നൊരു ക്വാളിറ്റി. അതുപോലെ തന്നെയാണ് ഇഫ് ഗോഡ് ഹാസ് ഗിവൺ യു ദ ലീഡർഷിപ്പ് എബിലിറ്റി. ഞാനത് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബെറ്റർ ട്രാൻസ്ലേഷൻ വുഡ് ബി ദിസ് വൺ, ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി സീരിയസ്ലി ഓൾസോ. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്നത്. ഉത്സാഹം വേണം, അതുപോലെ തന്നെയാണ് നമുക്ക് ആ സീരിയസ്നെസ് നമ്മുടെ ഉള്ളിൽ വേണം. ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ. അന്നേരം ഒരു നമ്മൾ ഒരാളോട് കരുണ ചെയ്യുമ്പം നമ്മൾ ഒരു കരുണ ചെയ്യുന്നു എന്നുള്ളൊരു ഇതോടെ അതിനേക്കായിട്ട് ആ ഒരു പ്രസന്നത, നമുക്കൊരു പ്ലസൻറ്റ് മൈൻഡ് നമുക്ക് നമ്മുടെ ഫേസിലും നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനിലും എല്ലാം അത് കടന്നു വരണം. പലപ്പോഴും അത് പലർക്കും വരില്ല. ഞാൻ കരുണ ചെയ്യുമല്ല, ഞാൻ അവർക്കൊരു ഏതോ വലിയ കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കരുണ ചെയ്തപ്പോഴും യേശുക്രിസ്തുവിൻ്റെ ഭാവം അതായിരുന്നു. യേശുക്രിസ്തു നമ്മളെ ആ വലിയൊരു കൃപ നമുക്ക് വേണ്ടി ചൊരിഞ്ഞപ്പോഴും ക്രൂശിൽ വരെയും യേശുക്രിസ്തുവിൻ്റെ ഭാവത്തിന് മാറ്റം വന്നില്ല. അതുകൊണ്ടാണ് കൊലോസ് ലേഖനത്തിൽ പറയുന്നത് ക്രിസ്തയേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അന്നേരം ആ ലാസ്റ്റ് കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുമ്പം ആദ്യത്തെ ആ കുറേ ഭാഗങ്ങൾ നമുക്ക് ഓക്കെ എല്ലാവർക്കും വരുന്നത്. പക്ഷേ ഈ അവസാനം വരെ 2-3 വിഷയങ്ങളിൽ പലപ്പോഴും ആ ഒരു മണ്ഡലങ്ങൾ പലർക്കും അത് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ കരുണ കാണിക്കുന്നവനോട് ദൈവം കരുണ കാണിക്കും. പക്ഷേ നമ്മൾ കരുണ കാണിക്കും, ദൈവം നമ്മളോട് നല്ലതുപോലെ കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുക. പക്ഷെ നമുക്കൊന്ന് നമ്മൾ ആ സ്ഥാനത്ത് നിൽക്കുമ്പോൾ, നമ്മൾ ഒരാളോട് കരുണ ചെയ്യിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ആ പ്രസന്നത നമുക്ക് കടന്നു വരുന്നുണ്ടോ. അല്ലെങ്കിൽ ഞാൻ ഏതോ വലിയ കാര്യം അവർക്ക് വേണ്ടി ചെയ്യുന്നു, നീ വേണമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുള്ള രീതിയിലായിരിക്കില്ല നമുക്ക് വരേണ്ടത്. അന്നേരം ആ റോമലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നേ നമ്മൾ ക്രിസ്തുവിൽ എല്ലാവരും ഒരേ അവയവങ്ങളാണ്. ആ ഒരു ഭാവത്തോടെ വേണം നമ്മൾ ഓരോരുത്തരോടും ഇതിലുള്ള ഓരോ മോട്ടിവേഷണൽ ഗിഫ്റ്റ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പം 5-ാം വാക്യത്തിൽ അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. അന്നേരം എല്ലാവരും ഒരു ശരീരവും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ആ ഒരു ഇതേ ഭാഗം തന്നെയാണ് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്നത്. ഈ വരങ്ങളെപ്പറ്റി പറഞ്ഞിട്ട് പൗലോസ് ഈ കൂടുതലായിട്ട് ഊന്നി പറയുന്നത് ശരീരത്തെ പറ്റിയാണ് ഊന്നി പറയുന്നത്. അന്നേരം ഒരു മനുഷ്യൻ്റെ ഒരു അവയവം എന്ന് പറയുമ്പോൾ എനിക്ക് വലത് കൈ ഉള്ളത് കൊണ്ട് ഇടത് കൈ വേണ്ട എന്നില്ല, എനിക്ക് രണ്ടും ആവശ്യമാണ്. അന്നേരം ഞാൻ ഈ ശരീരം എൻ്റെ ഓരോ അവയവങ്ങളും ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പലപ്പോഴും സർജറിയൊക്കെ നടക്കും. ചിലപ്പോൾ പറയും, ചിലർ പറയും അത് നമുക്ക് ഏതോ ഒരു ക്യാൻസർ അല്ലെങ്കിൽ അങ്ങനത്തെ വരുമ്പം റിമൂവ് ചെയ്ത് കളയാന്ന് പറയും. പക്ഷെ അത് പോകുന്നവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ വേദന എന്തുവാന്നുള്ളത്. പലപ്പോഴും അത് റിമൂവ് ചെയ്യുന്നത് ഭയങ്കര വേദനയാണ്. ആ ശരീരത്തിനും ഫുൾ ആ വേദന കടന്നു ചെല്ലുവാനിടയായി തീരും. അതേപോലെ ഒരു സന്തോഷം, ഒരു നല്ല നമ്മുടെ
ശരീരം നല്ല ഹെൽത്തി ആയിട്ടുണ്ടെങ്കിൽ ആ ശരീരത്തിൽ മൊത്തം ആ ഹെൽത്തി ആയിട്ട് ആരോഗ്യപരമായിട്ട് നമുക്ക് തോന്നും. നമുക്ക് ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗത്തൊരു വേദന വന്നാൽ അത് ഫുൾ ബോഡിയിൽ അഫക്റ്റ് ആകും. അതേപോലെ ആയിരിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾ ഓരോ കൃപാവരങ്ങളും നിങ്ങൾ സഭയായിരിക്കുന്നവരെല്ലാം ഒരേ പലരായ നമ്മൾ ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. വേറെയല്ല, വേർവിട്ടിരിക്കുന്ന അനുഭവമല്ല, ഒന്ന് എന്നുള്ളൊരു അനുഭവത്തിലേക്ക് കടന്നു വരാനാണ് പൗലോസ് ഇവിടെ അധികമായിട്ട് പറയുന്നത്. ഈ റോമർ 12-ാം അധ്യായത്തിൽ ഇത് വായിക്കുമ്പോൾ നമുക്ക് ഇതിൽ 12-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഒത്തിരി എല്ലാവരും പലപ്പോഴും പ്രസംഗിക്കുകയും പല വേദികൾ നമ്മൾ കേൾക്കുകയും നമ്മളെ തന്നെ ഒന്നും കൂടി നമ്മളെപ്പോഴും ആരാധനയ്ക്ക് വരുന്ന സമയങ്ങളിൽ ഈ വാക്യങ്ങൾ ഉദ്ധരിച്ച് ഇതിൻ്റെ താഴോട്ട് ഒത്തിരി കാര്യങ്ങൾ പറയും. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പി, ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഈ കൃപാവൻ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം നമ്മൾ ഓരോ വരങ്ങളെയും യൂസ് ചെയ്യണം. പക്ഷേ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ പോലും അതിൽ ക്രിസ്തുവിൻ്റെ ഭാവം നമ്മൾ ഉണ്ടായിരിക്കണം. ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലും ഉണ്ടായിരിക്കും. നമ്മൾ അധികമായിട്ട് ശ്രമിക്കണം. ആമേൻ. അപ്പോൾ ഈ പ്രൊഫസി എന്ന് പറയുന്ന ഈ വാക്ക് നമ്മൾ ഈ 6-ാം വാക്യം വായിക്കുമ്പോൾ ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരവുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. അപ്പൊ എല്ലാത്തിനും ഒരു കണ്ടീഷനാണ് കർത്താവ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൃപാവരങ്ങൾ എന്ന് വെച്ചാൽ കർത്താവ് അതിനൊരു കണ്ടീഷൻ കൊടുത്ത് നമുക്ക് ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ആ കൃപാവിൻ്റെ പൂർണ്ണതയിലേക്ക് അത് കടന്നു വരത്തുള്ളൂ. അപ്പോൾ ഞാനൊരു ചെറിയൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. പ്രവചനമെങ്കിൽ ഈ വാക്ക് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ വായിക്കാൻ പറ്റത്തില്ല, ഇങ്ങനത്തെ വാക്ക് എങ്ങനെ ചെയ്യണം. പക്ഷേ റോമർ വ്യക്തമായി പൗലോസ് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭാഗം, ആകയാൽ പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. അതേപോലെ അടുത്തത് ശുശ്രൂഷ എങ്കിൽ ശുശ്രൂഷക്കാരിൽ, അടുത്തത് ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിക്കുന്നവനെങ്കിൽ പ്രബോധനം. അപ്പം അതിനെല്ലാത്തിലും ഒരു സ്പെസിഫിക് ഒരു കണ്ടീഷൻ കൊടുത്ത കർത്താവ് ഇതിനകത്ത് 7 കൃപാദാനങ്ങൾ, ഈ മോട്ടിവേഷൻ ഗിഫ്റ്റിൽ വരുന്ന 7 കൃപാദാനം കർത്താവ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലായി ഈ 9 കൃപാവനം നിൽക്കുന്നതല്ല, മാനിഫെസ്റ്റിംഗ് സ്പിരിറ്റോട് നിൽക്കുന്നത് ഹോളി സ്പിരിറ്റ്. ഇതിനകത്ത് അടുത്ത ഘട്ടങ്ങളിലേക്ക് ദൈവം അടുത്ത കൂടുന്ന കാറ്റഗറിയാണ് മോട്ടിവേഷൻ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. മോട്ടിവേഷൻ ഗിഫ്റ്റ് റോമർ 12-ാം അധ്യായം 6-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ കർത്താവ് കൊടുത്തിരിക്കുന്ന ഒരു കൃപാദാനം. അതിനകത്ത് 7 ഗിഫ്റ്റുകളുണ്ട്. 1 പ്രൊഫസി ഉണ്ട്, സെർവിങ് ഉണ്ട്, 3 ടീച്ചിങ് ഉണ്ട്, 4 എൻകറേജ്മെൻ്റ് ഉണ്ട്, 5 ഗിവിങ് ഉണ്ട്, 6 ലീഡർഷിപ്പ് ഉണ്ട്, 7 മേഴ്സി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മലയാളത്തിൽ നമ്മൾ ഇട്ടിരിക്കുന്നത്. 1 പ്രവചനം, അടുത്തത് പ്രവചനം, ശുശ്രൂഷ, അടുത്തത് ശുശ്രൂഷ, ഉപദേശം, പ്രബോധനം, ദാനം ചെയ്യുന്ന, ഭരിക്കുന്നവൻ, കരുണ ചെയ്യുന്നവൻ. അപ്പോൾ ഇതിനകത്തെല്ലാം കർത്താവ് വ്യക്തമായി ദൈവം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ കൃപാദാനങ്ങൾ നമുക്ക് വേണം, ഈ മോട്ടിവേഷൻ കൃപാദാനങ്ങളും വേണം. ബിക്കോസ് മോട്ടിവേഷൻ, ഫോർ എക്സാമ്പിൾ എൻകറേജ്മെൻറ്റ് പറഞ്ഞല്ലോ, ഒരു വാക്കായിരിക്കാം നമ്മൾ സഭയിലിരിക്കുന്ന ഒരു തളർന്നിരിക്കുന്ന വ്യക്തിയോട് പറയുമ്പോൾ അവരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നത്. ചില ലീഡർഷിപ്പായിരിക്കാം, വഴി എന്താണെന്നറിയാതെ അടുത്ത മിഷൻ വർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്നവർക്ക് ഒരു ഗൈഡ് ചെയ്യാൻ ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി ഉള്ളവർക്ക് ദൈവം ആ കൃപാദാനം തന്നു. ആ കൃപാദാനങ്ങൾ വെച്ച് അവർക്ക് മറ്റവരെ ലീഡ് ചെയ്യാൻ പറ്റും, അവർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. ടീച്ചിങ് ഈസ് ഓൾസോ ടീച്ചറായിട്ടിരിക്കുന്നു. ബിക്കോസ് പൗലോസ് ഈസ് ഓൾസോ ഈസ് എ ഗുഡ് ടീച്ചർ. ബിക്കോസ് ഈ ടീച്ചിങ് സ്പിരിറ്റ് ഇല്ലെങ്കിൽ ഈ ലേഖന പുസ്തകങ്ങൾ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ പ്രവചനം മാത്രമല്ല ശുശ്രൂഷയിൽ പൗലോസ് ചൊല്ലിച്ചത്, പൗലോസ് അധികമായി ചെയ്തതും ടീച്ചിങ് സ്പിരിറ്റ്, ലേഖനങ്ങൾ എഴുതുമ്പോൾ ടീച്ചിങ് ആയിരിക്കും. കൂടുതലായിട്ട് സഭയ്ക്ക് വേണ്ടിയ ഡോക്ട്രെയിൻസും ടീച്ചിങ്ങും, എങ്ങനെ ക്രിസ്തുവിലിരിക്കുന്നവൻ വളരുവാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ആഴമായുള്ള പഠനങ്ങൾ അധികമായി ദൈവം കൊടുത്ത കൃപാവരങ്ങളായിരുന്നു പൗലോസിന് വെളിപ്പെട്ടത്. അതേപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇപ്പോൾ ഒരു ബെസ്റ്റ് ടീച്ചർ ലോകത്തിൽ ആരുമില്ല. അപ്പോൾ യേശു ക്രിസ്തു ചെയ്തതായിരുന്നു. അതുകൊണ്ട് ഗുരു എന്ന് പറയാനുള്ള ഒറ്റ വാക്കിന് അതിനുള്ള അധികാരവും അതിനുള്ള വാല്യൂമുള്ള only one ബെസ്റ്റ് പേഴ്സൺ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ വായിച്ചപ്പോൾ ദർ ഇസ് എ ടീച്ചിങ്ങിൽ കൃപാവരങ്ങളുണ്ട്. ഈ 7 കൃപാദാനങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കാം. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞു. സോ മോട്ടിവേഷൻ ഗിഫ്റ്റിലും നമ്മൾ ആഗ്രഹിക്കുന്നവരായിരിക്കണം. കൊടുക്കുന്നതിനും ഒരു ഗിഫ്റ്റാണ്, ദാറ്റ് ഈസ് ഓൾസോ എ കൃപാവരം. അത് കൊടുക്കുമ്പോൾ ഷീബ പറഞ്ഞതുപോലെ ഇപ്പോൾ കൊടുക്കുന്നവരെങ്ങനെ കൊടുക്കണം?
ഗിവിങ്. ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോട്. അപ്പോൾ തമിഴിൽ ഇട്ടിരിക്കുന്നത് കുറച്ചും കൂടെ നല്ലതാ. പകിർന്നു കൊടുക്കുന്നവൻ വഞ്ചനയില്ലാமல் കൊടുക്ക വേണ്ടും. വഞ്ചിക്കാതെ, വഞ്ചനയില്ലാതെ കൊടുക്കുന്നവരായിരിക്കണം. പറയുന്നത് നമ്മൾ വലം കൈ ചെയ്യുന്ന ഇടം കൈ കൂടെ അറിയാൻ പാടില്ല. മാത്രമല്ല, കൊടുക്കുന്നവർ മനസ്സോട് കൊടുക്കണം. ഒരു കൊടുക്കുമ്പോൾ ഈ മനസ്സോട്, അല്ലെങ്കിൽ ഒരു വഞ്ചനയുള്ള മനസ്സോട്, ഇല്ലെങ്കിൽ കൊടുത്താൽ ഇത്ര കിട്ടുമെന്നുള്ള ഒരു ഭാഗത്തിലല്ല കൊടുക്കേണ്ടത്. നമ്മൾ ദൈവം കൊടുക്കുന്ന ഈ കൃപാദാനങ്ങൾ ദൈവം കൊടുത്തിരിക്കുമ്പോൾ നമ്മളെല്ലാവരും അകത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ചെയ്ത ഈ പ്രാപിച്ചിരിക്കുന്ന ഈ കൃപാദാനങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടതെല്ലാം പൂർണ്ണ മനസ്സോടായിരിക്കണം. അതിലൊരു കണ്ടീഷനുണ്ട്. അപ്പോൾ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ 7 കൃപാദാനങ്ങൾക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ദാറ്റ് ഈസ് എ മോട്ടിവേഷൻ ഗിഫ്റ്റ് ആസ് പെർ ദ റോമൻസ് ചാപ്റ്റർ 12 വേഴ്സസ് 6 and 8. അടുത്തൊരു സബ് ടോപ്പിക്കിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ പറയാം. അടുത്തത് മിനിസ്ട്രി ഗിഫ്റ്റ്. ദ ഹോളി സ്പിരിറ്റിൻ്റെ ഗിഫ്റ്റിൽ